السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بيدي قلت هيلتي أدركني ومرادي يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. كل نفس ذائقة الموت. വിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായ സയ്യിദന്മാർ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, മാസാന്ത സ്വലാത്ത് മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അല്പം നസീഹത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എണീറ്റ് നിന്നു എന്ന് മാത്രം. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ കുറച്ച് ടിപ്സുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ ചെയ്യലോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അംഗീകാരം കിട്ടും. അതുപോലെ മാലാക്കന്മാരുടെ അടുക്കൽ നമുക്ക് അംഗീകാരം കിട്ടും. അതുപോലെ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ ആവേശം, വലിയ ആനന്ദമൊക്കെ കിട്ടും. അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലോടുകൂടി അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ടാകും. ചെറിയ ടിപ്സുകളാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലോടുകൂടി ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വലിയൊരു പുരോഗമനം നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്ക് കിട്ടും. പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങുക. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യത്തിനും ബറക്കത്ത് കിട്ടൂല എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊരു നന്മ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ, അത് എന്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുകയാണ് എങ്കിലും ആദ്യം എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം അവസാനിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിഅമത്ത് നമുക്ക് ലഭിച്ചു, നമ്മളെല്ലാവരും അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹംദ് നമ്മൾ പറയുക. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ പടച്ച റബ്ബിനെ നമ്മൾ തൃപ്തിപ്പെടുത്തും എന്നാണ്. അതുകൊണ്ട് തന്നെ എത്രയോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളത്. ആ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ഒന്ന് ശുക്ർ ചോദിക്കുക. അതേപോലെ ഹംദ് പറയലോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അംഗീകാരം കിട്ടും. അതേപോലെ മാലാഖമാരുടെ അടുക്കൽ നമുക്ക് അംഗീകാരം കിട്ടും. എന്ത് ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഹംദ് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. ബഹുമാനപ്പെട്ട നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും എന്ത് ചെയ്യും? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയും. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി
സേവനമനുഷ്ഠിച്ച മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും അൽഹംദുലില്ലാ എന്നുള്ള വാക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് അതേപോലെയായിരിക്കണം ഞാനും നിങ്ങളും ഉണ്ടാവേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയോ അനുഗ്രഹങ്ങളാണ് ഞമ്മക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ഖൽബിൽ തട്ടിയിട്ട് അള്ളാഹുവിനോട് ഒന്ന് ഹംദ് ചോദിച്ചിട്ടില്ല എങ്കിൽ നമ്മളെക്കാളും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്ന് കരുതിയാൽ മതി എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുമ്പോ അതുപോലെ നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറയലോടുകൂടി അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അംഗീകാരം കിട്ടുന്നതാ. മാലാക്കന്മാരുടെ അടുക്കൽ വെച്ച് നമുക്ക് അംഗീകാരം കിട്ടുന്നതാ. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത ഉന്മേഷവും വലിയ സന്തോഷവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാലാമത്തെ ടിപ്സ് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാകുന്ന സമയത്ത് ഒരുപാട് തെറ്റുകളെ കൊണ്ട് കൂമ്പാരമായിരിക്കുന്ന ഒരുപാട് തെറ്റുകളെ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം ഞാനും നിങ്ങളും. നോക്കുന്നതെല്ലാം ഹറാമാ, കാണുന്നതെല്ലാം ഹറാമാ, ചെയ്യുന്നതെല്ലാം ഹറാമാ, നടന്നു പോകുന്നതെല്ലാം ഹറാമിലേക്കാ. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ എന്തൊരു അവയവങ്ങളെ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം അല്ലാഹുവിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരും ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സദാസമയം നമ്മുടെ നാവിൻ്റെ തുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്. എന്ത് പ്രശ്നത്തിനും പരിഹാരം ഇസ്തിഗ്ഫാറ. അതുകൊണ്ട് തന്നെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്ന ആളുകളുണ്ട് എങ്കിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നതാ. അതിലുപരി അള്ളാന്റെ അടുക്കൽ വലിയ അംഗീകാരം കിട്ടുന്നതാ. മാലാഖമാരെ അടുക്കൽ വെച്ചും അംഗീകാരം ലഭിക്കുന്നതാ. ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ള ഒരു ആവേശം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാ. ഇസ്തിഗ്ഫാറിനെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. അതേപോലെ ഒരുപാട് നല്ല നല്ല സുഹൃതങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും അത് ആ നാളേക്ക് വേണ്ടി എന്തൊരു കാര്യത്തെ നമ്മൾ മാറ്റിവെക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് എന്ന് പറയലോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് നമുക്ക് അംഗീകാരം കിട്ടുന്നതാ. മാലാഖമാരുടെ അടുക്കൽ വെച്ച് അംഗീകാരം ലഭിക്കുന്നതാ. നമുക്ക് ഇബാദത്തിൽ വല്ലാത്ത ആവേശം ലഭിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലട്ടോ. ഇത് ഹബീബായ തങ്ങളുടെ ദിക്റിലൂടെ വായയിലൂടെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതുപോലെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, സങ്കടം വരുമ്പോ, നൊമ്പരം വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയലോടുകൂടി നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ എന്തെങ്കിലും മനപ്രയാസമോ ഉണ്ടാകുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ആ മുസീബത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റിത്തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം നമുക്കെല്ലാവർക്കും നമ്മൾ ചൊല്ലുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന് ചെല്ലുക നമുക്കെല്ലാവർക്കും അറിയാം. അതെപ്പോൾ ചെല്ലണാണ്? വെറും മരിച്ചണ സമയത്ത്, ആരെങ്കിലും മരണവാർത്ത അറിയിക്കണ സമയത്ത് ചൊല്ലാനുള്ളതാണ് എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എപ്പോഴും ചൊല്ലേണ്ടത്, ഉദാഹരണത്തിന് പറയാം, നമ്മൾ കറണ്ട് എന്ത് ചെയ്തു, ഒന്ന് ഓഫായി, അല്ലെങ്കിൽ കറണ്ട് ഒന്ന് കട്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള മുസീബത്ത് എന്ത് വരികയാണെങ്കിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലലോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മുസീബത്തുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീക്കിത്തരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതേപോലെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്റുണ്ടല്ലോ, അത് ചൊല്ലലോടുകൂടി നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നതാ, അല്ലാഹുവിൻ്റെ അടുക്കൽ അംഗീകാരം ലഭിക്കുന്നതാ, ഇബാദത്തിൽ വല്ലാത്ത ആവേശം ലഭിക്കുന്നതാ. അതുകൊണ്ട് തന്നെ സദാ സമയത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുകയാണ് എങ്കിൽ ഒരു പക്ഷേ നമ്മൾ അത് ഉച്ചരിക്കലോടുകൂടി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ അള്ളാനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് വേണ്ട, അള്ളാഹുവിൻ്റെ റസൂലിനെ മറന്നുകൊണ്ടുള്ള ജീവിതം വേണ്ട. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് അഫ്ളലു ദിക്റ, ദിക്റിന്റെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് എന്ന് ഹബീബായ തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ചൊല്ലലോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരമാ. അതുപോലെ അള്ളാഹുവിൻ്റെ മാലാക്കന്മാരുടെ അടുക്കൽ അംഗീകാരമാ. ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത ആവേശമാ. അത് സദാസമയം നമ്മൾ ചൊല്ലേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അള്ളാഹുവിൻ്റെ ആ വിധിക്ക് ഉത്തരം കൊടുക്കേണ്ട ആളുകളാണ്. മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഉത്തരം കൊടുക്കേണ്ട ആളുകളാണല്ലോ ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ നല്ല മരണം കിട്ടാൻ, ആഖിബത്ത് നന്നാവാൻ എപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ദുആ മാത്രം ചെയ്താൽ പോരാ, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യലോടുകൂടി ഈ ദിക്റും പ്രാവർത്തികമാക്കണേ. അതിലൂടെ നമുക്ക് വലിയ ആവേശം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് റബ്ബേ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു മൗത്താകാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച, സേവനം അനുഷ്ഠിച്ച ഒരുപാട് ഉസ്താദുമാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ലേ മരിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ നമ്മുടെ നാട്ടിൽ വലിയ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മരണം നമ്മുടെ നാട്ടിൻ്റെ പരിസരത്ത് നടന്നല്ലോ. മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദിൻ്റെ ജനാസ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും പോയില്ലേ? എത്രയോ ആളുകളാണ് അങ്ങ് തിങ്ങി നിറഞ്ഞ്, ഒരുപാട് ആളുകളല്ലേ കാണാൻ വന്നത്. ഉസ്താദിൻ്റെ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി, ഉസ്താദിന് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ അങ്ങോട്ട് തടിച്ചുകൂടിയിട്ടുള്ളത്. അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കരുതിയിട്ടുണ്ട്, ഉസ്താദ് എന്തോ ഒരു ഭാഗ്യം ചെയ്ത ആളാ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കരുതുന്ന ആളുകളുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വേണോ? അവരൊക്കെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ചതിൻ്റെ കാരണം കൊണ്ടിട്ടാണ് അവർ വ്യതിചലിച്ചു പോയിട്ടില്ല. അവർ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ
അടിയുറച്ച് വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇന്ന് ജുമഅ ദിവസത്തില് ഒരുപാട് ആളുകൾ മയ്യിത്ത് നിസ്കരിച്ചു, ഉസ്താദിന് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചു, തഹ്ലീലുകളൊക്കെ നടത്തിക്കൊണ്ട് പ്രാർത്ഥനകളൊക്കെ നയിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കും അതുപോലത്തെ മരണം വേണോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, നമ്മുടെ വിശ്വാസം കൂടുതൽ ഊന്നൽ ഉറപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ തഹ്ലീൽ ചെല്ലേണ്ടതാണ്. അതുപോലെ മറ്റൊരു ടിപ്സ് ഞാൻ പറഞ്ഞു തരികയാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എപ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. സഫറും കഴിഞ്ഞ് വരാൻ പോകുന്നത് ഹബീബായ തങ്ങൾ ഭൂജാതനായ റബീഉൽ അവ്വൽ മാസമാ. കേവലം ആ മാസത്തിൽ മാത്രം സ്വലാത്ത് ചൊല്ലിയാൽ പോരാ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് സ്വലാത്താ, സ്വലാത്താ. ആ സ്വലാത്ത് ചെല്ലലോടുകൂടി ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് കിട്ടുന്നതാണ്. അതിലുപരി നമ്മുടെ ഇബാദത്തിന് ആവേശം ലഭിക്കുന്നതാണ്, അല്ലാഹുവിനോടുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണേ. അല്ലാഹു നമ്മളോട് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞത് സ്വലാത്താ. ഞാനും മാലാക്കന്മാരും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. മറ്റുള്ള അമലുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാനും മാലാക്കന്മാരും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, എന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേ എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തൊരു ജീവിതം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവാൻ പാടില്ല. ഒരു ദിവസം പോലും നമ്മളിൽ നിന്നും കടന്നു പോവാൻ പാടില്ല. സ്വലാത്തിൻ്റെ മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്ന് കരുതണ്ട. എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലണേ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇബാദത്തിൽ വലിയ ആവേശം നമുക്ക് നൽകുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ട സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ എല്ലാ മാസങ്ങളിലും ഇങ്ങനെ സ്വലാത്ത് മരിസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സയ്യിദന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ നടത്തണ്ട, സയ്യിദന്മാരെ കുറിച്ച് ഇകഴ്ത്തി നിങ്ങൾ സംസാരിക്കണ്ട. അത് ഏത് സയ്യിദാണെങ്കിലും ശരി, സയ്യിദന്മാരെ കുറിച്ച് നിങ്ങൾ മോശമായ രീതിയിൽ സംസാരിക്കണ്ട. അത്തരത്തിലുള്ള സംസാരം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അവനിക്കുള്ള ശിക്ഷ എന്താണെന്നറിയുമോ? ഹൗലുൽ കൗസറിന്റെ ചാരത്ത് നിന്ന് നരകത്തിനാലുള്ള ആ ചാട്ടവയർ കൊണ്ടിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിച്ചോടിക്കുമെന്ന് ഹബീബായ തങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്. അവരെ ഇകഴ്ത്തിക്കൊണ്ടോ നല്ല മോശപ്പെട്ട രീതിയിലൂടെ സംസാരിക്കല്ലേ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അഹ്ലുബൈത്തിനെയും ഹബീബായ തങ്ങളെയും നല്ലതുപോലെ സ്നേഹിക്കണേ. മുത്തുനബിയുടെ പേരക്കിടാങ്ങളാണ് ഈ ഇരിക്കുന്ന സയ്യിദന്മാര്. അല്ലാഹുവേ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ തമ്പുരാനെ. അവിടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ടിപ്സുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റബ്ബേ. അതവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെയും അതുപോലെ അല്ലാ നിന്നെയും ഓർക്കാത്ത ഒരു ദിവസം, ഞങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. സൂൽ ഖാത്തിമയെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ الراحمين صلى الله عليه وسلم. السلام عليكم ورحمة الله.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم